ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് കർണാടകയിൽ വന്നിട്ടുള്ള വണ്ടിയാണ്. രണ്ടും കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടും ഒരേപോലെ ചെയ്യണമെന്നാണ്, എല്ലാ സാധനങ്ങളും സെയിം ആയിരിക്കണം. അപ്പോൾ നമ്മൾ രണ്ട് കേരിയർ പുതിയത് രണ്ടാൾക്കും സെയിം മേടിച്ചിട്ടുണ്ട്. അത് നമ്മൾ റിവിറ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഡിക്കിയിൽ ഇങ്ങനൊരു ഡിസൈൻ മാറ്റ് ബ്ലാക്കിൽ കൊടുക്കണമെന്ന് പറഞ്ഞു, അടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മാറ്റ് ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് വണ്ടിക്ക്. പിന്നെ നമ്മൾ ഈ വൈപ്പർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വർക്കിംഗ് അല്ല, വെറുതെ ഷോക്ക് വേണ്ടി വെച്ചിട്ടുള്ളൂ. പിന്നെ നമ്പർ പ്ലേറ്റ് നമ്മൾ റിവിറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ ഉള്ളിലേക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഈ വണ്ടിക്ക് സീറ്റ് കവറൊന്നും അടിച്ചില്ല. പക്ഷേ ഈ വണ്ടിക്ക് സീറ്റ് കവർ അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സീറ്റ് കവർ അടിച്ചിട്ടുണ്ട്. കമ്പനി സീറ്റാണ്, വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഉള്ളിൽ വല്ലാണ്ടൊന്നും വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ചെറിയ രീതിയിൽ പാച്ചൊക്കെ ഉണ്ടായിരുന്നു വണ്ടിക്ക്, വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഈ ഫോഗ് ലാമ്പിൻ്റെ രണ്ട് ലൈറ്റ് രണ്ടാൾക്ക് സെയിം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ സ്റ്റെപ്പ് രണ്ടാൾക്കും ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് രണ്ടാളും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റെപ്പും ചെയ്തിട്ടുണ്ട്. എന്താ രണ്ടാൾക്കും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരേപോലത്തെ വീൽ കപ്പ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ട്. 4 ഗ്ലാസ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സുമോഡോ ഗ്ലാസ്സാണ് കയറ്റിയിട്ടുള്ളത്. അത് നമ്മൾ ഈ സ്വിച്ച് കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ വൈപ്പറൊക്കെ പിന്നെ ചെയ്യുമ്പോൾ ഡോർപെഡ് ചെയ്തിട്ടുണ്ട്. കേരിയർ അവർക്ക് നാട്ടിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ചെയ്തിട്ടുണ്ട്. ഡോർപെഡ് 4 ഡോർപെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡോർപെഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വേണ്ടത് ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ സുഖമായിട്ട് വൈപ്പർ മോട്ടർ ഈ ഫ്രണ്ടേജ് അയക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്കിത് ഈ ഗ്രില്ലുണ്ട് ഊരെടുത്തിട്ട് ഇവിടെയും പിന്നെ ഈ രണ്ട് സൈഡിൽ 2 10-ൻ്റെ ബോൾട്ട് ഉണ്ടാവും. അത് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈപ്പർ മോട്ടർ, പിന്നെ ഇവിടെ 2 ഉണ്ട്, അത് അഴിച്ച് കഴിഞ്ഞാൽ വൈപ്പർ മോട്ടർ നമുക്ക് ഊരെടുക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ കാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ സൺഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വണ്ടിമ വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൺഷെയ്ഡ് 2 വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തിട്ടുള്ള വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഈ സ്റ്റിക്കർ നമ്മൾ ഒട്ടിച്ചു കൊടുത്താണ്. പിന്നെ ഇത് ഈ സ്റ്റിക്കർ പിന്നെ ഈ സ്റ്റിക്കർ ക്രാഷ് കാർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്രാഷ് കാർഡ് നമ്മൾ ചെയ്താണ് നമ്മൾ ചെയ്ത വർക്ക്. ഇൻറ്റീരിയർ അറൗണ്ട് ലുക്ക് വരുന്നത് അത്യാവശ്യം പാച്ച് ഉണ്ടായിരുന്നുണ്ട്. നമ്മൾ പ്ലാറ്റ്ഫോമൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പുറം നമ്മളെ കമ്പനി ജീറ്റോക്ക് വരുന്ന സെയിം വൈറ്റ് കളറാണ് അടിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ജീറ്റോൻ്റെ വർക്ക് മാത്രമല്ല കാറിൻ്റെ വർക്കും എല്ലാം ചെയ്യണത്. അതൊക്കെ നമ്മൾ ഫുൾ പെയിൻ്റ് അടിച്ച വണ്ടിയാണ്. അപ്പോൾ ഇത് ഈ ആൾട്രേഷൻ വർക്കിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് എടുക്കുന്നത്. മറ്റേ കാറിൻ്റെ മെക്കാനിക്ക് മറ്റുള്ള വർക്കുകൾ പെയിൻറ്റിങ് എല്ലാ വണ്ടിയും ചെയ്യും, ഓട്ടോറിക്ഷ ഒഴികെ. അങ്ങനെയൊക്കെ നമ്മളെ വർക്ക്ഷോപ്പ് വരുന്നത്. മെയിനായിട്ട് ഇതാണ് വണ്ടിയുടെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. സംഭവം സെറ്റാണ് കേട്ടോ, അടിപൊളിയാണ് കാണാൻ. ഒരേപോലെ നിങ്ങൾ പറയും. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കും കേട്ടോ, മറക്കരുത്. ഇതാണ് വണ്ടിയുടെ ഒരു ഫുൾ റൗണ്ട് ലുക്ക് വരുന്നത്. അവിടെ ബാക്കിൽ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ സർവീസ് സ്റ്റേഷൻ ഇതാണ് വർക്ക്. ഇതിൽ നമ്മളെ മേലുള്ള നമ്പറാണ് നമ്മളെ ഫോൺ നമ്പർ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിതിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മളെ വർക്കിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അതായത് ഇതിൻ്റെ കൂടെ സ്പോയിലർ സെറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ലൈറ്റ് ഉണ്ട്. പിന്നെ ഇത് ഫുൾ പെയിൻറ്റിങ് കണ്ടോ, ഫുൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ള 2 വണ്ടി. പിന്നെ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വണ്ടിയിലും ഒരേപോലത്തെ സ്പീക്കർ ഇങ്ങനെ സൈഡിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ചെയ്തിട്ടുണ്ട്.
ഈ വണ്ടിക്കും ചെയ്തിട്ടുണ്ട്. കണ്ട നമ്മളിതാ ഇവിടെ ഇങ്ങനെ സ്പീക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ചെയ്തിട്ടുണ്ട്. രണ്ടാൾക്കും സെയിം ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതാണ്. പിന്നെ സെൻട്രൽ ഇങ്ങനെ പോസ്റ്റ് 2 വണ്ടിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് മറ്റേ യാത്രക്കാർക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും ചെയ്തിട്ടുണ്ട്, ഇതിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതാണ് വരുന്നത്. ഇതിൽ ഗ്ലാസ് വർക്കിൽ ആഡ് ചെയ്യാൻ പറ്റിയ, നമ്മൾ ഗ്ലാസ് വർക്ക് മാത്രം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഗ്ലാസ് പവർ വിൻഡോ, പിന്നെ 4 ഗ്ലാസ് പവർ വിൻഡോ ചെയ്ത് കൊടുക്കും. പിന്നെ ഫുൾ പെയിൻറ്റിങ് ഉണ്ടാവും. പിന്നെ ഈ 4 റെയിൻ കാർഡ് ഉണ്ടാവും. ഇതുണ്ടല്ലോ ഇത്. പിന്നെ ഈ സ്പോയിലർ ഉണ്ടാവും, ഇതുണ്ടാവും. ഡിക്കും ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ ഗ്ലാസ് വർക്കിൽ പെടുന്നത്. നല്ല നോയ്സ് ഉണ്ട് കേട്ടോ, അവിടെ പണി നടക്കുന്നുണ്ട് വേറെ വണ്ടിയല്ലേ. അപ്പോൾ പോവണ്ട. അപ്പോൾ ശരി കേട്ടോ, ബൈ.